എൻ്റെ ഈ പട്ടിക്കോലം കണ്ട് പേടിക്കണ്ട. സോറി, നിന്നെയല്ല പട്ടിന്ന് വിളിച്ചത്. ഇന്ന് വിശാലമായ ഒരു മാങ്ങ പൊരിക്കലാണ് ദിവസത്തിന്റെ തുടക്കം. അതിനാവശ്യമായ ടൂളാണ് തോട്ട. ചില നാട്ടിലത് തോട്ട, തോട്ടി എന്നൊക്കെ പറയും. ആൻഡ് ഐ എം വെരി ഗുഡ് അറ്റ് ദിസ് ജോബ്. എന്റെ എക്സ്പെർട്ടീസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. സംഭവം ഇതൊരു ശിക്കാരി ശംഭു ഇവന്റ് ആണെങ്കിലും ഐ എം ഹാപ്പി. ഈ ബക്കറ്റ് നിറച്ച് മാങ്ങയെല്ലാം കൂടെ എങ്ങോട്ടാണ്? വേറെന്തിന്, അടുത്ത ബാച്ച് ഓഫ് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പണ്ടേ പറയും, പുട്ടും പഴവും ഈസ് എ വേഴ്സ് കോമ്പിനേഷൻ എവർ. പുട്ട് തൊണ്ടേന്ന് ഇറങ്ങാൻ തന്നെ പാടാ, അതിൻ്റെ കൂടെ ഒരു പഴവും കൂടെ വെച്ചാലോ ശുഭം. ഇനി നമുക്ക് മാങ്ങ കുനുകുനാന്നരി. ഇടയ്ക്ക് ഈ മാങ്ങ എടുത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന എന്റെ ഈ മുഖ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലായല്ലോ അല്ലേ? മാങ്ങ അരിയുന്നതിനോടൊപ്പം തന്നെ ഞാൻ 4-5 വിരലും കൂടെ അരിഞ്ഞു കൊടുത്തു. ഇനി ഇതാ ഇവൻ ഇങ്ങനെ മഞ്ഞളിൽ പുരണ്ട് അങ്ങ് കിടന്ന് ഉണങ്ങണം. ഇനി അടുത്ത പരിപാടി തെരളി. ഇത് ഫുൾ ഒരു കുഴക്കലിന്റെ പരിപാടിയാണ്. പഴമിടുക, അരിപ്പൊടി ഇടുക, അവലിടുക, ശർക്കര ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വയണയിലെ വെച്ച് ആ കമ്പെടുത്ത് അതിന്റെ പുറത്തൂടെ കുത്തി ഇഡലിക്കുട്ടത്തിൽ വെക്കുക. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ബിഫോർ വീഡിയോ എടുത്തിട്ട് തെരളി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആഫ്റ്റർ വീഡിയോ എടുക്കാൻ മറന്നു. അല്ലെങ്കിലും തെരളിക്കൊക്കെ എന്തിനാ ആഫ്റ്റർ വീഡിയോ? അങ്ങോട്ട് കഴിക്കേ ഉള്ളൂ.